എനിക്ക് ഐസ്ക്രീം വേണം. വെറുതെ ഇരിക്കും, അതൊക്കെ വേണം. നിർത്തടാ, നിർത്ത്. ആ നിർത്തി. ആൻസി കൊച്ചു ജോലി സ്ഥലത്ത് വരുന്ന വഴിയാണ്. ഞാൻ ഇന്നലെ വന്നായിരുന്നു. ഇവന്റെ ഇപ്പൊ കട്ടപ്പന പോയേച്ച് വരുവാ. പാപ്പച്ച, എന്റെ സ്ഥിരം സാധനം. ഓ ഇപ്പൊ നിനക്കൊന്നും വേണ്ടായോ? അതന്നെ പറഞ്ഞു. അതന്നെയാ കേട്ടോ. ഓ ഇപ്പൊ തരാം. എങ്ങോട്ടാ? ലോകത്ത് എവിടെ പോയേച്ചാലും നമ്മുടെ ഈ നാടില്ലേ നെയ്യാശ്ശേരി, ഇവിടെ വന്നിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ എവിടെ കിട്ടത്തില്ലടാ കുഞ്ഞോനെ. ഈ മഞ്ഞും മലയും കാറ്റും പിന്നെ നമ്മുടെ തോന്നിയാസവും, ഇത് നമ്മുടെ സ്വർഗാടോ അല്ലയോ? ഐസ്ക്രീം പിന്നെ നമ്മുടെ പാപ്പിച്ചായന്റെ ഐസ്ക്രീമും. സുഖാണോ? ഓ സുഖം. അടിപൊളിയല്ലേ? നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? എപ്പോ നോക്കിയാലും ഒരു ഐസ്ക്രീം തീറ്റ്. അതും കൂടെ കഴിച്ചോ? പിടിച്ചു നീ കഴിക്കടാ. എന്റെ ഈ ഭ്രാന്ത് നിനക്കും കൂടെ പകരട്ടെ എന്ന് വിചാരിച്ചാ. അതാവുമ്പോ കല്യാണം കഴിയുമ്പോ നീ എനിക്ക് ഡെയിലി ഐസ്ക്രീം വാങ്ങി തരുമല്ലോ. പിന്നെ നോക്കിയാൽ ഇരുന്നേച്ചാ മതി. വേണ്ട. എടി കുടുംബത്തിൽ പോകുമ്പോ നിനക്ക് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. വെറുതെ മനുഷ്യൻ തീ തീറ്റിക്കാൻ വേണ്ടിട്ട്. വാ വന്ന് വണ്ടിയിലോട്ട് കയറിക്കേ. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. നിങ്ങൾ അങ്ങ് പൊക്കോ, ഞാൻ വന്നോളാം. നീ വന്ന് വണ്ടിയിലോട്ട് കയറുന്നുണ്ടോ? ആൻസി നീ ചെല്ല്. എന്നാടാ ചിന്തിരിക്കാൻ പറ്റിയ സ്ഥലം. ദോഷം അല്ലാതെന്താ? മാത്യു എന്നോട് കളിയിറക്കിയ നിനക്കറിയാല, ബേബിയുടെ തോട്ടത്തില് ആന അങ്ങ് ഇറങ്ങും. നല്ല ഒന്നാന്തര ഒറ്റക്കൊമ്പൻ. ഇതേ പുൽപ്പാറയിലെ ജോയിയാ. ഒരുപാടങ്ങ് വിളയല്ലേ, വെച്ചിട്ട് പോടാ. നല്ല ചൂടിലാണല്ലോ. പിന്നെ അല്ലാതെ. അവനാ ബ്രോക്കർ മാത്യൂസ്. ഞാൻ ടോക്കൺ കൊടുക്കാൻ ഏൽപ്പിച്ച 10 ഏക്കറേ അവൻ ബേബിക്ക് കച്ചവടാക്കിന്ന്. പണി കൊടുക്കണ്ടേ? പിന്നെ റവന്യൂ മിനിസ്റ്റർ അവന്റെ ഏതോ മുള്ളിയപ്പത്തറച്ച ബന്ധത്തിലുള്ളെന്ന് പറഞ്ഞ കുന്നായ്മയാ. ചേറ്റ ഞങ്ങളുടെ പാടത്തും പറമ്പിലും കുഴി വെട്ടിയും തടം കോരിയും തേങ്ങ വെട്ടിയും നടന്നവരാ ഈ ബേബിയും ബേബിയുടെ തന്തയും തന്തയുടെ തന്തയും. ജീപ്പിന്റെ വാടകയൊന്നും വേണ്ട റൂവേ. ഡാ കുഞ്ഞനെ, നീ അന്ന് നാട്ടുകാരും ബേബിയുടെ ഒക്കെ മുന്നിൽ വെച്ച് എന്നെ ജനപ്രിയ എന്നൊക്കെ വെച്ച് കാച്ചില്ലേ, അതെനിക്കങ്ങ് ബോധിച്ച്. നീ മിടുക്കണടാ. വാടാ കേറിട്ട് പോ. അപ്പോ നല്ല വെടിയർച്ചയുണ്ട്. നമ്മുടെ പുഴയുടെ അവിടെ നിന്ന് കിട്ടിയതാ. നല്ല നാടൻ പന്നിയാ. വേണ്ട ചായ. ഓ ആ പിന്നെ ആ പ്രാഞ്ചി മീൻകുളം കോപ്പെന്നൊക്കെ പറഞ്ഞ് എന്റെ അതിരെ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്റെ അതിരയിലെങ്ങാനും തൊട്ടാ അവനെ തല്ലി കൊന്ന് ഞാൻ പുഴയെ താത്തും. അന്നേരം നീ നിന്റെ ക്ലബ്ബുകാരൻ ചോദിക്കാൻ വന്നേക്കരുത്. നീ അവനോടൊന്ന് പറഞ്ഞേക്ക്. ശരി പറഞ്ഞോളാം. ആ ശരി. ഹലോ, പാട്ട് ഓഫ് ചെയ്യണം.
ചുമ്മാ നിന്നെ ഒന്ന് കാണാൻ വന്നതാടി. ഇതെന്നാ ചീപ്പ് ഷോ ആടാ ഫ്രെഡി, ചുമ്മാ ഓവറാക്കല്ലേ. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഒക്കെ ആവാട്ടോ. നീ ഒന്ന് അടങ്ങ്, നിന്നെ ഒന്ന് കാണട്ടടി. സണ്ണേ, ആളെ മനസ്സിലായ? ആ, ഇതാണ് ഞാൻ പറഞ്ഞ മുതല്, നമ്മുടെ ആൻസി കൊച്ചുന്നേ. ഫ്രെഡി നീ മാറി, എനിക്ക് പോയിട്ട് ഒരു പണിയുണ്ട്. വേറെ പണിയാ? നിനക്കപ്പൊ വേറെ പണിയൊക്കെ ഉണ്ടോടി? പോടാ. പൊയ്ക്കോ, ഞാൻ വരുന്നുണ്ട് നിന്റെ കുടുംബത്തിലേക്ക്. എന്നാ വേഗം പോര്. ഡേവി ചായൻ റബ്ബറിന് കുഴി വെട്ടാൻ ആളെ നോക്കുന്നുണ്ട്. അല്ല, നിന്റെ അപ്പനും അപ്പന്റെ അപ്പനൊക്കെ അതായിരുന്നല്ലോ പണി. നിർത്തിക്കോ, ഇത് കൊറേ കേട്ടതാ പണ്ട് നിന്റെ പിഴച്ച വായിന്ന്. നീ ജീവിക്കത്തിലടി. നീ എന്റെ നേർച്ചക്കൊഴിയാ. എന്നാടി നീ വീട്ടിൽ പോയെ? ഏത് മറ്റടുത്തേക്കാ? നീ ഞാൻ പറഞ്ഞിട്ട് പോയാ മതി. നീ പോടി. ഞാൻ നോക്കിക്കോളാം. എന്താ പ്രശ്നം? കുടുംബത്തിൽ പോടാ. റെഡി വാ. അച്ഛൻ പറ. വണ്ടി കയറടാ. ഞാൻ എടുത്തോളാം. എന്നതാടാ കേറി പോടാ. വേറെ ആൾക്കാരെ കൊണ്ട് പറയുകയാണ്. എന്നതാടാ ജോസേ, നീയും തുടങ്ങിയ കച്ചറ, അതും പൊതുവഴിയില്. ബേബിച്ചായ ഇപ്പൊ കുറേ ആയി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇവന്മാര്. ബേബിച്ചായനെ ഓർത്തിട്ട് മാത്രം ഞങ്ങളൊന്നും ചെയ്യാത്ത. പോട്ടെ ജോസേ, വിട്ടടാ. ഇനി ഫ്രെഡിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ വാക്ക് തരുന്നു. എന്നാ ജോസേല്ലേ? ഒന്ന് വീടുണ്ട് ആൻസി കൊച്ചേ. അപ്പൊ മോനെ പോലെയല്ല, സാറമ്മയ്ക്കനെ നന്നായിട്ട് അറിയാം. വെരി ഗുഡ്. ഇവിടെ വന്നെന്നെ കണ്ണുവത്താനേ, നീ അല്ലാതെ പിന്നെ വേറെ ആരാ വരുന്നേ? അതെ, എന്നാത്തിന് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നേ? ചെറുക്കനെ കൊണ്ടൊരു പെണ്ണൊട്ട് ചൂടായോ? അതെങ്ങനെയാ അവന്റെ വാലെ തൂങ്ങി കുഞ്ഞുനാള് മുതൽ ഒരുത്തിയങ്ങ് നടക്കല്ലേ? ആണോ? എന്നാ പിന്നെ വാലെ തൂങ്ങിയും കെട്ടാൻ പറ. എന്നാത്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? പിന്നില്ലേ സാറാമേ, കുറച്ച് വീട്ടിലിരുന്ന് മെഗാ സീരിയലൊക്കെ കാണണം കേട്ടോ. അതെന്തോന്നിനാ? എന്നാലല്ലേ കുറച്ച് അമ്മായിമ്മ പോരൊക്കെ പഠിച്ച ഒരു ഓളമൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല വീട്ടില്. ഒന്ന് പോടി അവിടെ, ആ ചായ ഇട്ട് തരാം. അതെ അതെ, നമ്മുടെ നന്മമാരെ എവിടെ? ആ, പുൽപ്പാറയിൽ ജീപ്പും കൊടുത്തേച്ചിങ് വന്നതായിരുന്നു. കഞ്ഞിയും കുടിച്ചിരുന്നപ്പോ ആരോ ഫോൺ ചെയ്തു, ചാടി അങ്ങ് പോണതും കണ്ടു. അതല്ലേലും നമ്മുടെ ചെക്കന് നമ്മളെക്കാളും വലിയ നാട്ടുകാരാണല്ലോ. ഇതിപ്പോ എന്താണോ പുതിയ കുരിശ്?